കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 305 എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. സോ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കുറെ അധികം പേര് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരുന്നു. സോ അതിൽ നിന്ന് സെലക്ട് ചെയ്ത 4 പേരുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഇതേപോലെ നിങ്ങളുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു 500 ലൈക്സും ടാർഗറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ചാപ്റ്റർ തുറക്കുന്നത് നമ്മുടെ യൂണോ ലാംഗ്രസിന്റെ അടുക്ക പറയുന്നുണ്ട്. പുള്ളിക്കാരന് 3 മിനിറ്റ് വേണം. അടുത്തൊരു അറ്റാക്കിൽ യൂണോ ഉറപ്പായിട്ട് സെനോണിനെ ഡിഫീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അവൻ പറഞ്ഞത് വെച്ച് നോക്കാൻ നേരത്ത് അവൻ അടുത്ത അറ്റാക്കിൽ സെനോണിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനായിട്ട് അവൻ മാന സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാൽ ആ സമയത്ത് അവൻ ഫുള്ളി ഡിഫൻസ്ലെസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വേണം അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിനർത്ഥം ഞാൻ അവനെ പ്രൊട്ടക്റ്റും ചെയ്യണം, അതേ സമയത്ത് തന്നെ ഇവനെ ഡിസ്ട്രാക്റ്റും ചെയ്യണം. സത്യം പറയുകയാണെങ്കിൽ ലാംഗ്രസ് ഇത്ര നേരം സർവൈവ് ചെയ്ത് തന്നെ യൂണോയുടെ ഹെൽപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ലാംഗ്രസിന്റെ സെനോന്റെ പവർ ഡിഫറൻസ് വളരെ വലുതാണ്. 3 മിനിറ്റ് എന്ന് പറയുന്നത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ എനിക്കത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ഞാൻ എന്തായാലും നന്നായിട്ട് തന്നെ കഷ്ടപ്പെടും, പക്ഷേ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. യൂണോ അപ്പൊ പറയുന്നുണ്ട്, എനിക്കറിയാം നീയാണ് ക്ലോർ കിങ്ഡത്തിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ മേജ്. നീ എന്തെങ്കിലും വഴി ഇവിടെ കണ്ടുപിടിച്ച് കാണും, അല്ലാതെ ഇവിടെ കിടന്ന് അടികൊള്ളാൻ പോകില്ലല്ലോ. നിനക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യാൻ കഴിയില്ലെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് വെറുതെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സ്ട്രഗിൾ ഒക്കെ ചെയ്യുന്നത്? ഈ സെനോന്റെ ആബ്സൊല്യൂട്ട് സ്പേസിന്റെ അകത്ത് അങ്ങനെ എല്ലാവർക്കും ഒന്നും മാജിക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് ആൾക്കാർക്കാണ്. അത് നമ്മുടെ യൂണോനെ പോലെ മാജിക്കൽ ബിലവഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്. അതല്ലാതെ കുറച്ച് ആൾക്കാർക്ക് കൂടെ അത് സാധിക്കാറുണ്ട്. അത് മാന സോണൊക്കെ മാസേജ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ മേജേഴ്സിനാണ്. അതിലൊന്നാണ് നമ്മുടെ ലാംഗ്രസ്. സെനോടൊപ്പം തന്നെ പുള്ളിക്കാരന്റെ മാജിക് യൂസ് ചെയ്ത് നമ്മുടെ ലാംഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലാംഗ്രസിന്റെ ചുറ്റും ഒരു ബാരിയറും പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെനോന്റെ ബോൺ മാജിക് അല്ല, ലാംഗ്രസിന്റെ ആ ഒരു ബാരിയർ തട്ടിങ്ങ് നിന്ന് പോകുവാണ്. അതിന്റെ അകത്തേക്ക് ഒന്നും തന്നെ കയറുന്നില്ല. സെനോന്റെ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, അവൻ ക്രിയേറ്റ് ചെയ്തത് വളരെ ചെറുതായിട്ടുള്ള സ്പേസ് ആണെങ്കിലും അത് അവന്റെ ഒരു ടെറിട്ടറിയാണ്. പുള്ളിക്കാരന്റെ, അത് നമ്മുടെ സെനോന്റെ ആബ്സൊല്യൂട്ട് സ്പേസിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത ചെറിയൊരു ടെറിട്ടറി. എനിക്കറിയാം നിനക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്, അതുകൊണ്ട് നീ വേറെ ഒന്നും നോക്കാതെ അതങ്ങോട്ട് നോക്കിയോളാം നമ്മുടെ യൂണോ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ലാംഗ്രസും പറയും ചെയ്യും, നീ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ജൂനിയർ ആണ് കേട്ടോ. അങ്ങനെ അവിടെ നമ്മുടെ സെനോണും ലാംഗ്രസും ഉള്ള ഫൈറ്റ് തുടങ്ങുവാണ്. സെനോൺ അവിടെ പുള്ളിക്കാരന്റെ ചുറ്റിനുള്ള എല്ലാ സ്ഥലവും പൊട്ടിച്ച് കളയുന്നുണ്ട്. ലാംഗ്രസ് ആ ബാരിയറുമായിട്ട് നേരെ പോകുന്നുണ്ട്. അങ്ങനെ അവസാനം നിനക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം നീ ഇപ്പോൾ ഡിഫൻസ് മാജിക്കിലാണ്. നിനക്ക് എന്ത് സ്പെല്ലുണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട്, അതുകൊണ്ട് നിനക്ക് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ മാനസ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ അവന്റെ പരിസരത്ത് പോലും പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് യൂണോ എത്രയും പെട്ടെന്ന് ചാർജ് ആയിട്ട് അവനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്ക്. എനിക്കറിയാം എന്റെ സ്പെഷ്യൽ മാജിക് വളരെയധികം പവർഫുൾ ആണ്, അത് ഇൻവിൻസിബിൾ ആണ്. പക്ഷേ ഇവന്റെ ഫ്രണ്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂണോ, അത് നിന്നെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. നിനക്കൊരു പ്രത്യേക കഴിവുണ്ട്. നിന്റെ മാജിക് അത് നിന്റേത് മാത്രമല്ല, പകരം ചുറ്റുമുള്ളവരുടെ എല്ലാവരുടെയും കൂടെയാണ്. എല്ലാവരും തോക്കാൻ നേരത്ത് നീ എല്ലാവർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കും. നീ മുന്നോട്ട് വെക്കുന്ന ഓരോ അടിയിലും നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ അധികം ആൾക്കാർ നിന്റെ പുറകെ തന്നെ വരും. അതാണ് നിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. പക്ഷേ അത് എനിക്കില്ല. ഒന്നുമില്ലെങ്കിൽ നീ ഗോൾഡൻ ടോണിന്റെ വൈസ് ക്യാപ്റ്റൻ അല്ലേ, അത് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. യൂണോ പെട്ടെന്ന് നമ്മുടെ സേനോ ലാംഗ്രസിനെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് പുള്ളിക്കാരന്റെ ബാരിയർ നശിപ്പിച്ച് ലാംഗ്രസിന്റെ ശരീരത്തെ കൊള്ളുന്നുണ്ട്. പുള്ളിക്കാരന് കുറെ അധികം ഫെയിലുള്ള വൂൺസും കിട്ടും. ഇവിടെ നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഫാക്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ നിന്നെക്കാട്ട് സ്ട്രോങ്ങർ ആണ്. അതാണ് റിയാലിറ്റി. അത് നീ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ശരിയായിരിക്കാം, പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പിന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാംഗ്രസ് നേരെ സെനോന്റെ അടുത്തേക്ക് ചാടുവാണ്. ഞങ്ങൾ നീ ഒട്ടും തന്നെ കുറച്ച് കണ്ട, ഞങ്ങൾ ആരാന്നറിയാം, ഞങ്ങൾ ഗോൾഡൻ ഡോയിലെ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് പുള്ളിക്കാരൻ നമ്മുടെ ലാംഗ്രസിന്റെ ബാരിയർ സെനോൻ പൊട്ടിച്ച് ലാംഗ്രസിന്റെ ശരീരത്തിന്റെ അകത്ത് കൂടെ മുഴുവൻ കുറെ അറ്റാക്കും ചെയ്യും. എന്നാൽ അപ്പോഴേക്ക് യൂണോ പുള്ളിക്കാരന്റെ ആ ഒരു അറ്റാക്ക് ഫുള്ളി ചാർജ് ആയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ലാംഗ്രസിനൊക്കെ പറയുകയും ചെയ്യും, എനിക്കറിയാം നിനക്ക് തോക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടക്കേട്. പുള്ളിക്കാരൻ ഇവിടെ ചെയ്തിരിക്കുന്നത് വിൻ സ്പിരിറ്റിന്റെ ക്രിയേഷൻ മാജിക് യൂസ് ചെയ്ത് സ്പിരിറ്റ് ഓഫ് യൂറോസ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് കണ്ട് സെനോണ് ഞെട്ടിത്തെറിച്ച് നിന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നാളെ തന്നെ വരുന്നുണ്ട്. അത് മിസ്സായിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ തന്നെയാണ്. നമ്മുടെ ലക്കിന്റെ ഫുൾ നെയിം എന്നാണെന്ന് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്ത് പറഞ്ഞേക്ക്.